ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഐയെ കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം നമ്മളെല്ലാവരും എന്താ പറയുക, കോപ്പൈലറ്റ്, ജെമിനി, ഓപ്പൺ എ ഐ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് വേറെ സെർവറിൽ ഹോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പലർക്കും അറിയില്ല, ഇത് നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇത് റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒലാമ പോലുള്ള പ്ലാറ്റ്ഫോം വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു LLM-നെ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഒലാമയുടെ തന്നെ കുറേ LLMs ഉണ്ട്. അതായത് LLMs മീൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽ. അതറിയാം, ഒരു ഹ്യൂജ് ഡാറ്റയുള്ളൊരു ഫയലാണ് ഈ LLM എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഈ നമ്മുടെ എന്താ പറയുക, ഓരോ AI ലേണിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു LLM ആണ്. അപ്പം ഇത് നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവർ യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ റൺ ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്കതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് CPU അല്ലെങ്കിൽ GPU. ഇതാണ് ഇപ്പം നിലവിൽ ഉള്ള ഈ ഒലാമ പോലുള്ള ഇത് സപ്പോർട്ട് ചെയ്തുള്ളൂ. അതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് NVIDIA ആണ്. എനിക്കൊരു ഡൗട്ടുണ്ട്, അത് NVIDIA ആണോ ഇതിന് ഫണ്ടിങ് ചെയ്യുന്നതെന്ന്. കാരണം അത് പല ലാംഗ്വേജ് മോഡലുകൾ നോക്കിയാലും അത് NVIDIAയുടെ GPU സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് ഇൻ്റലിൻ്റെ GPU സപ്പോർട്ട് ചെയ്യണില്ല. അല്ലെങ്കിൽ AMDയുടെതിനൊക്കെ വളരെ ലിമിറ്റഡ് സപ്പോർട്ടേ ഉള്ളൂ. NVIDIA ആണ് കൂടുതലും ഇതിനകത്ത് എന്താ പറയുക, ഒരു AI ഡെവലപ്മെൻ്റ് ഒരു ഇതിലോട്ട് എന്താണ് കൂടുതൽ ഇവരുടെ LLMസും സപ്പോർട്ട് തരുന്നുള്ളൂ. അപ്പം ഞാനിപ്പം ചെയ്ത് നോക്കി കുറേ ലാംഗ്വേജ് മോഡൽ. ഇപ്പം എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് MSIയുടെ മോഡേൺ എന്ന് പറയുന്ന സീരീസാണ്. അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Ultra 7 പ്രോസസ്സർ, ഇൻ്റലിൻ്റെ തന്നെ കോർ Ultra 7ൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. അതിൽ AI എഞ്ചിൻ സെപ്പറേറ്റ് ഉണ്ട്. 22 കോറും ടോട്ടലുണ്ട്. അതിനകത്ത് സെപ്പറേറ്റ് AIക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് കോഴ്സ് ഉണ്ട്. കൂടാതെ ഇതിൽ വരുന്ന ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇൻ്റൽ ആർക്കാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. കാരണം ആർക്ക് ഗ്രാഫിക്സ് ഇപ്പോഴത്തെ ഉള്ള LLM ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് ഒലാമ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഒലാമയുടെ മോഡൽസ് ഒന്നും ഈ പറയുന്ന കണക്ക് ഈ എന്താ പറയുക, ഇൻ്റൽ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കറിയാത്തതാണോ സപ്പോർട്ട്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്തപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് സപ്പോർട്ട് ചെയ്യില്ല. അത് ലിമിറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടേ എന്താ പറയുക ഇൻ്റലിൻ്റെ ഇതിലും ഉള്ളൂ. അതിൽ എന്താ പറയുക CPU മാത്രമേ എനിക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുള്ളൂ. അപ്പം നമുക്ക് പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ബില്യൺ പാരാമീറ്റേഴ്സ് വരുന്നത്. ഇപ്പം അറിയാമല്ലോ, അതിന് 7B 3B 2B എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്. ഇപ്പോൾ ഈ 2B എന്ന് പറഞ്ഞാൽ 2 ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക 7 ബില്യൺസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സ്മൂത്തായിട്ട് എന്തായാലും പ്രോസസ്സറിൻ്റെ ഇപ്പം ഇത്രയും കോഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രോസസ്സറിൻ്റെ പവർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ലാഗില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാമും പ്രോസസ്സറും GPU ആണ് വേണ്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റാം എനിക്ക് 16 GB ഉള്ളൂ. അതേസമയം എനിക്കൊരു 7 ബില്യൻ്റെ ഒരു മോഡലിനെ എനിക്ക് ഇതിനകത്ത് റൺ ചെയ്യാം വലിയ സീനില്ലാതെ. പക്ഷേ റാം സിസ്റ്റത്തിൻ്റെ യൂസേജും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ശരി ഒരു 100% കയറി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോക്കലി നമുക്കൊരു AI റൺ ചെയ്യാൻ പറ്റും. പക്ഷെ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ സ്പെക്കിലുള്ളൊരു സിസ്റ്റം നമുക്കതിന് വേണം. അതിന് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടുന്ന ഒരു സ്പെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിങ് അത്യാവശ്യം ഒരു ഞാൻ കുറേ Ultra 7 വേണമെന്നൊന്നും ഞാൻ പറയില്ല. അതിൽ ഒരു i5-ന് മേലോട്ടുള്ള ഏതെങ്കിലും പ്രോസസ്സറും ഒരു NVIDIAയുടെ GPU ഗ്രാഫിക്സ് പ്രോസസ്സിങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് പ്രോസസ്സറും പിന്നെ വേണ്ടുന്നത് റാം ഒരു
30 GB എബോവെങ്കിലും വേണം. അത്യാവശ്യം നല്ലൊരു നിങ്ങൾ എത്ര ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റാം വേണം. കാരണം ഇത് റാമിലോട്ട് ലോഡായി നിന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പം നിങ്ങളുടെ ഒരു 20 ബില്യൺ ആണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം 30 GB റാം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിനകത്ത് ഇത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക 128 ആ റേഞ്ചിലോട്ടുള്ള റാം കപ്പാസിറ്റി വേണം. എങ്കിലേ അതിലും വലിയ വലിയ മോഡൽസിനെ ലാർജ് മോഡൽസിനെ നമുക്ക് അതിനകത്ത് റൺ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് പാരാമീറ്റേഴ്സ് കൂടുന്തോറും എയുടെ അറിവ് കൂടുകയാണ്. അതിനകത്തുള്ള പാരാമീറ്റേഴ്സിൻ്റെ ഇത് കൂടുന്തോറും. അപ്പം ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം ഒരു നമ്മുടെ വിൻഡോസ് മെഷീനകത്ത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒലാമയുടെ അവരുടെ ഓപ്ഷൻസ് തട്ടി പോവുക. അതിൽ കാണാം നിങ്ങൾക്ക് ഓപ്പൺ മോഡൽസ് ഉണ്ട്. ഇതിനകത്തൊരു ലിങ്ക് ഉണ്ട്. ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ പവർ ഷെല്ലിലോ അല്ലെങ്കിൽ ടെർമിനലിലോ പവർ ഷെല്ലിൽ പോയിട്ട് നിങ്ങളത് എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഡൗൺലോഡിങ് ഒലാമ ഫോർ വിൻഡോസ്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളിത് റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. നമുക്ക് ഈ LLM-നെ നമുക്ക് ചുമ്മാ എടുത്ത് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ റൺ ചെയ്യാനായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഫ്രെയിം വർക്ക് വേണം. അപ്പോൾ ആ ഫ്രെയിം വർക്കാണ് ഇപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ മോഡൽസ് ഓരോ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒലാമയുടെ പോവുകയാണെങ്കിൽ 40% ആയതുള്ളൂ. നമുക്ക് ഇപ്പോഴത്തേക്ക് മോഡലൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ മോഡൽസ് എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് മോഡൽസിൻ്റെ ലിസ്റ്റ് വരും. കേട്ടോ, ഇത് 2.7 ആണ് വരുന്നത്. 2.7 M2 സീരീസ് മോഡൽ. ഇത് കോഡിങ്. ഇപ്പം ഇതിന് ഓരോ മോഡലിനും ഓരോ ഇതുണ്ട്. ഇപ്പം ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമാക്സ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽ കോഡിങ്ങും ഏജന്റിക് വർക്ക് ഫ്ലോ അതുപോലുള്ള പ്രൊഫഷണൽ. ഈ ഏജന്റിക് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറിന് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യണം. ഇപ്പം അറിയാം ഓപ്പൺ പോലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫുൾ ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ ഈ ഏജന്റിക് വർക്കും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ ഇട്ടാലേ ഈ സാധനം മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ ഇത് ക്ലൗഡാണ് ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ക്ലൗഡുള്ള മോഡലാണ്. പിന്നെ അടുത്തത് നിമോട്രോൺ. അത് NVIDIAയുടെ എനിക്ക് 13 ബില്യൺസ് ഓഫ് ഇതുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 13 ബില്യൺസ് ഓഫ് ഇത് വേണമെങ്കിൽ റൺ ചെയ്യണമെങ്കിൽ 30 GB റാം പോരാ, അതിൽ മേളിൽ വേണം. അപ്പം അതുപോലെ 24B. അപ്പം ഇതുപോലെ നമുക്കുണ്ട് ഇത് ക്വീൻ 3.5. ഇതുപോലുള്ള ഒരുപാട് മോഡലുകളുണ്ട്. പിന്നെ നമ്മൾ ഇത് GLM 4.7 ഫ്ലാഷ്. അപ്പോൾ ഇതുപോലുള്ള മോഡലുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നമുക്ക് ഓരോ റേഞ്ചിലുള്ള മോഡലുകളുണ്ട് നമ്മുടെ യൂസ് അനുസരിച്ച്. ഇപ്പോൾ കോഡിങ് അതുപോലുള്ള അതാണെങ്കിൽ കോഡിങ്ങിനുള്ള മോഡലുകൾ, ചാറ്റിങ് അതുപോലുള്ള ജനറൽ പർപ്പസ് ആണെങ്കിൽ ജനറൽ പർപ്പസിനായിട്ടുള്ള മോഡൽ. അപ്പോൾ അതുപോലെ നമ്മുടെ യൂസ് അനുസരിച്ചിട്ട് മോഡലിനെ സെലക്ട് ചെയ്യുക. അതാണ് ഇതിനായിട്ട് പറയാനുള്ളത്. കാരണം ഈ മോഡലിനെ എല്ലാം അതായത് യൂസിന് ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്ന മോഡലായിരിക്കും. അതായത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ഓരോ പാരാമീറ്റേഴ്സ് ഈ ട്രെയിനേഴ്സ് എന്ത് ചെയ്യും, പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാം ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം കൊണ്ട് ചാറ്റ് ചെയ്യുന്ന മോഡലിൻ്റെ അടുത്ത് പോയി കോഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതൂല. അത് എഴുതുന്നത് അത്രയും എക്സ്പേർട്ട് ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് കോഡിങ്ങിനുള്ള നമ്മുടെ ആവശ്യം എന്താണ്, കോഡിങ് ആണോ അല്ലെങ്കിൽ ഏജന്റിക് വർക്ക് ഫ്ലോ ആണോ, അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള അനുസരിച്ചുള്ള മോഡലെ വേണം നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ. ഓക്കെ, നമ്മുടെ ഓലാമ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓലാമയിൽ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും മോഡൽ നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് വെച്ചിരിക്കുന്ന മോഡലാണ്. ഇപ്പം നമ്മൾ ക്വീൻ 7B അതെന്ന് പറഞ്ഞാൽ 7 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളൊരു മോഡലാണ്. അത് ചാറ്റിനും കോഡിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്.
അങ്ങനെ പല ലാമ 3.2 3 ബില്യൺസ് വരുന്നൊരു മോഡലാണ്. അപ്പം ഇതുമായിട്ട് നോക്കുവാണെങ്കിൽ കുറവാണ്. ഇത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് അതുമെല്ലാം കോഡിങ്ങും ചാറ്റിങ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനുള്ള ഒരു മോഡലാണ്. നമുക്കിപ്പം അത് പല മോഡലും നമുക്കിത് സിസ്റ്റത്തിന് സ്പെക്ക് ചെയ്യാം. ഇതിനകത്ത് എനിക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CPU മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ശരിക്കും ഈ ലാപ്പ് CPU NPU കൊണ്ടുള്ളതാണ്. അത് ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ള ഇതാണ്. പക്ഷെ ഇതിനകത്തൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഈ പറയണ മോഡൽസ് ഒന്നും NPU സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ എന്തിന് NPU ഉള്ള ലാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇനിയിപ്പം NPU സപ്പോർട്ട് ചെയ്യണ സ്പെഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യും. ആ ഡെഡിക്കേറ്റഡ് കോർ അത് യൂസ് ചെയ്യും. അല്ലാതെ നമ്മളൊരു LLM ഇതിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് NPU യൂസ് ചെയ്തില്ല. അത് GPU സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ GPU യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ GPU യൂസ് ചെയ്യില്ല. കാരണം എന്റെ GPU ഇന്റൽ ആർക്ക് ആയതുകൊണ്ട് ഇത് GPU സപ്പോർട്ട് ചെയ്യില്ല. CPU മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ഇത്രയും കോർ ഉണ്ടായതുകൊണ്ട് എനിക്ക് CPU സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ അതിനകത്തുള്ള ഇത്രയും കോർ ഉണ്ടായതുകൊണ്ട് പ്രോസസ്സിങ് എന്റെ OSന്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങിനെ അത് അഫക്ട് ചെയ്യത്തുമില്ല. പക്ഷെ എന്നാലും ഇത് സ്ലോ ആയിരിക്കും. കാരണം CPU ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് സ്ലോ ആയിരിക്കും. പിന്നെ റാമിന്റെ കുറെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അതായത് റാം കുറവാണ്. 16 GB എന്ന് പറയണ കഴിഞ്ഞാൽ ഈ ഒരു മോഡലിനെ സംബന്ധിച്ച് ഒന്നും അല്ല. 16 GB ഒന്നും പോരാ. പിന്നെ ഞാൻ അഡീഷണൽ ഒരു 5 GBയോ അടുപ്പിച്ച് ഞാൻ വിർച്വൽ റാം കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ കേസ് ഇത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പേജ് ഫയൽ എല്ലാം കൂടെ അതിൽ പൊക്കോളും. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷെ അതും സ്ലോ ആവും. കാരണം ഒരിക്കലും റാമിന് അതുപോലെ ഹാർഡ് ഡിസ്ക് നമ്മൾ വിർച്വൽ റാം ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് കിട്ടില്ല. റാമിന് പിന്നെ എന്താ പറയുക റാം തന്നെ വേണം അതിന്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ. GPU സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 7B എന്നൊക്കെ പറയുന്ന മോഡൽ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം നമുക്കിത് ഇത്രയും മോഡൽ നമുക്കുണ്ട്. ഈ മോഡൽ നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കമാൻഡുകളുണ്ട്. ഇത് നമ്മൾ പവർഷെല്ലിൽ കമാൻഡ് ത്രൂ ആണ് നമ്മളിതിപ്പോൾ റൺ ചെയ്യുന്നത്. നമുക്കിതിന്റെ GUI ഉണ്ട്. ഞാൻ കമാൻഡ് മോഡിൽ ഞാൻ കാണിച്ചു തരാം. GUI ഞാൻ അടുത്തത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് നമുക്ക് ഇപ്പം ഒലാമയുടെ വേർഷൻ നമുക്ക് ഈ ഒരു കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വേർഷൻ അറിയാൻ പറ്റും. അതപ്പം 0.18.2 ആണ് വേർഷൻ ഉള്ളത്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മോഡൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇത് അങ്ങോട്ട് അടിക്കുക. പുള്ള് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പുള്ള് ഇവിടെ മോഡൽ നെയിം ഇപ്പം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു മോഡൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ മോഡലിനെ നമുക്കിപ്പോൾ ആവശ്യമില്ല, റിമൂവ് ചെയ്യണം. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ മോഡലിൽ പോവും. ഇതിപ്പോൾ ഓൾറെഡി ആ മോഡൽ പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പുള്ള് കൊടുക്കുവാണെങ്കിൽ മോഡൽ ഇൻസ്റ്റാൾ ആവും. ഇതുപോലെയാണ് നമുക്ക് മോഡലിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇതിന്റെ ഈ മോഡലിന്റെ നെയിം അവിടെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒലാമയുടെ സൈറ്റിൽ പോയപ്പം കണ്ടിരുന്നു. ഇത് ഇതിനകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡലിന്റെ നെയിംസ് നമുക്ക് എടുത്തിട്ട് ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഇൻസ്റ്റാൾ ആവും. പിന്നെ വെരിഫൈ ചെയ്യുക, ലോക്കലിൽ വർക്ക് ചെയ്യുന്ന മോഡലാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. മോഡൽ സെലക്ട് ചെയ്യുമ്പം നമ്മുടെ സിസ്റ്റത്തിന്റെ പവർ ഇപ്പം ചെറിയ സിസ്റ്റത്തിലൊക്കെ വന്നിട്ട് പവർ കുറഞ്ഞ സിസ്റ്റത്തിലൊക്കെ വന്നിട്ട് റാമും പ്രോസസ് GPU ആണ് യൂസ് ചെയ്യുന്നത്, റാം ആണ് യൂസ് ചെയ്യുന്നത്, റാം കുറവാണ്. അങ്ങനെയൊക്കെ ഉള്ളതിൽ വളരെ കുറച്ച് ബില്യൺസ് പാരാമീറ്റേഴ്സ് ഉള്ള മോഡലുകൾ സെലക്ട് ചെയ്യുക. അതായത് ഒരു 3.2 അല്ലെങ്കിൽ 2.1 അത്രയും ആ ലെവലിലുള്ള ഇത് നമുക്ക് ലോക്കലി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സിസ്റ്റത്തിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ. അത് കൂടുതൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഉള്ളത് റൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ക്രാഷ് ആവും. ഭയങ്കര സ്ലോ ആയിരിക്കും. അത് ക്രാഷ് ആയി പോകും. റാം ഓവറായിട്ട് കയറി വന്നിട്ട് ക്രാഷ് ആയി പോകും.
അപ്പം അതുകൊണ്ട് അതനുസരിച്ചിട്ട് LLM യൂസ് ചെയ്യുക. പിന്നെ സിസ്റ്റം നല്ല സിസ്റ്റം ഗെയിമിംഗ് ലാപ്ടോപ്പ് പോലുള്ള സാധനങ്ങളിനകത്ത് NVIDIA ഒക്കെ ഗ്രാഫിക്സ് ഒക്കെ ഉള്ളതിനകത്ത് നമുക്ക് ഇതുപോലെയുള്ള ഹൈ ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള മോഡലുകൾ നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് റെസ്പോൺസ് നമുക്ക് അതിൽ കിട്ടും. കാരണം അതിനകത്ത് GPU എന്ത് ചെയ്യും, ഇതിന്റെ പ്രോസസ്സ് GPU എടുത്തോളും. GPU ആയിരിക്കും പ്രോസസ്സും ആ GPUവിന്റെ റാമും മെമ്മറിയും യൂസ് ചെയ്യും. അപ്പം നമുക്ക് സിസ്റ്റത്തിന്റെ പ്രോസസ്സറും റാമും അധികം യൂസ് ചെയ്യില്ല. അങ്ങനെ അത് മൾട്ടി ഇതായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, പെർഫോമൻസ് ഫാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതിലിപ്പം നമുക്കിപ്പം എന്താ പറയണ, ഈ നമുക്ക് ഡിലീറ്റ് ചെയ്താണ്ട് ഒരു മോഡൽ തിരിച്ച് 1 ബില്യൺസ് ഓഫ് ഇതേ ഉള്ളൂ, അതിൻ്റെ പാരാമീറ്റേഴ്സേ ഉള്ളൂ. ആ മോഡൽ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ലോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകളുടെ ലിസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം മോഡൽ എങ്ങനെയാണ് ഇവരൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്, Queen 7B ആണ്. അപ്പോൾ ഇതൊരു എന്താ പറയണേ, 6 GB ഫയലുണ്ട്. അത് വന്നിട്ട് ഒരു 7B കോഡിങ്ങിനും ചാറ്റിനും യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റൺ ചെയ്യാം. നമ്മൾ റൺ എന്നുള്ള കമാൻഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ മോഡലിൻ്റെ നെയിം സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ഓൾറെഡി മോഡൽ റൺ ആയിക്കഴിഞ്ഞു. ഇപ്പം ഇത് നോക്കണം, 7B ആണ് നമ്മൾ റൺ ആവുന്നത്. അതിപ്പം നമുക്ക് നമ്മുടെ ഇത്രയും പ്രോസസ്സർ കോർ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഇത് അത്യാവശ്യം ലാഗില്ലാതെ റെസ്പോൺസ് തരുന്നത്. ഞാൻ ഹായ് കൊടുത്തു. ഒരു ചെറിയൊരു ഡിലേ വരുന്നുണ്ട്, കാരണം ഇത് ഇങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പം ഞാനത് കാണിച്ചു തരാം. വേറെ ചെറിയ മോഡലിനകത്ത് ഞാനത് കാണിച്ചു തരാം എങ്ങനെ ആക്ച്വലി റെസ്പോൺസ് ചെയ്യുന്നതാണ് ഫാസ്റ്റായിട്ട്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ലാഗ് വരും, കാരണം നോക്കുവാണെങ്കിൽ അതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളൊരു ലാഗാണ്. എന്നാലും അത് ഈ കോർ അൾട്രാ 7 ആയതുകൊണ്ടാണ് ആ ഒരു ഇത്രയും പ്രോസസ്സർ നമുക്കുണ്ടായതുകൊണ്ടാണ് ആ ഒരു സ്പീഡ് കിട്ടുന്നത് 7Bയിൽ. പക്ഷെ ഇത് റാം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിപ്പം 16 GB റാമേ ഉള്ളൂ. അപ്പം അതും ഒരു പ്രോബ്ലമാണ്, കാരണം ഈ 6.3 GB റാമിലോട്ട് ലോഡാവും. അപ്പോഴത്തേക്ക് റാം ഫുള്ളായിരിക്കും. ഞാനതിപ്പം കാണിച്ചു തരാം. അപ്പം ഇത് കണ്ട, ഇതിനകത്ത് ഇപ്പം നമുക്ക് യൂസ് ചെയ്യണത് റാം 95% റാം യൂസ് ചെയ്യണത്. റാം ഏകദേശം ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഉണ്ടോ, കോർ ടെമ്പറേച്ചർ ഉണ്ടോ, 93 ഡിഗ്രിയാണ് കോർ ടെമ്പറേച്ചർ എടുക്കുന്നത്. കാരണം ആ പ്രോസസ്സർ ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴൊരു 8% ഉള്ളൂ. നമുക്കിനകത്തൊരു നമുക്കൊരു കോഡ് ചോദിച്ചു നോക്കാം. കോഡിങ്ങിന് എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പം നമുക്കതിനോടൊരു അപ്പോൾ നമുക്കത് കോഡ് ജനറേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ ടൈമിൽ എൻ്റെ പ്രോസസ്സർ ഉണ്ടോ, ഇതിപ്പോൾ 40% യൂസ് ചെയ്യുന്നുള്ളൂ.
ഇത് ഇച്ചിരി കൂടെ നല്ല ഇതായിട്ടുള്ള മോഡലുകളാണെങ്കിലും കൂടുതൽ നമ്മൾ തിങ്ക് ചെയ്യാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ് കൂടുതൽ കയറും. അപ്പോൾ ഈ 1028 കോർ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇപ്പം ഈ 40% നിൽക്കുന്നത്. ഇപ്പം ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതുപോലൊക്കെയുള്ള കോഡുകളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു നല്ല കോഡിങ്ങിന് എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു മോഡലിനെ നമുക്ക് റൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ഓൺലൈനിലല്ലാതെ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റുണ്ട്. കാരണം ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഡ് ജനറേഷൻ പറ്റൂല. പിന്നെ ആ കോഡ് ജനറേഷൻ ഇത്ര ഇതുവരെയുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. ഇതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യും. കാരണം നമ്മുടെ മെഷീനകത്ത് റണ്ണാവുന്ന സാധനമാണ്. ഇതിന് ലിമിറ്റ് ഇല്ല. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ഇത് റൺ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യത. കാരണം നമ്മളിപ്പം വെളിയിലൊരു ഇപ്പം നമുക്കറിയാം സർവീസ് AI സർവീസ് ഇപ്പം കുറേയൊക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പെയ്ഡ് ഇതാണ്. കാരണം നമുക്ക് നല്ല യൂസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പെയ്ഡ് ആയിട്ടുള്ള വേർഷൻസേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ വിൻഡോസിൻ്റെ ഒക്കെ കുറേ ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് കിട്ടുന്നുണ്ട്, കോപ്പൈലറ്റൊക്കെ. പക്ഷെ അത് എന്ന് വെച്ചാൽ അതിനകത്തൊക്കെ കോഡ് ജനറേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആ കോഡിൻ്റെ ബാക്കി ജനറേറ്റ് ചെയ്യില്ല. പക്ഷെ ഇതിലങ്ങനെയല്ല, നമുക്ക് ആ ഫുള്ള് കോഡ് നമുക്കിതിനകത്ത് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു കിട്ടും. ലിമിറ്റ് ഇല്ല. മറ്റേതിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു ലിമിറ്റും ഇല്ല. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവറാണ് നമ്മളിതിൽ യൂസ് ചെയ്യണം. മറ്റവർക്ക് ആ യൂസേഴ്സ് കൂടുമ്പം ആ ഫ്രീ ആയിട്ട് ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് കൂടുമ്പോഴത്തേക്ക് സിസ്റ്റം ലോഡാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ലിമിറ്റ് വയ്ക്കും അവർ. ഇതിനകത്തൊരു ലിമിറ്റും ഇല്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിനെക്കൊണ്ട് നമുക്ക് എന്തൊരു കോഡിങ് വേണമെങ്കിലും ഇതിനെക്കൊണ്ട് ചെയ്യിക്കാം. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ക്ലാവ് പോലുള്ള ഇത് നമുക്ക് റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിന് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ റാമാണ്. നമുക്ക് മോഡൽ എത്ര ആണോ ആ മോഡലിൻ്റെ ഫയൽ സൈസിന് അത്രയും കപ്പാസിറ്റിയുള്ള റാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനം ലോക്കൽ മെഷീനിൽ റൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കാര്യം അതാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CPU, NPU അല്ല NPU അല്ല സോറി NPU അല്ല, ഗ്രാഫിക്സ്. NPU ഇതിനകത്ത് യൂസേജ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടു, ഇവിടെ ഒരു ലോക്കലി ഒരു AI റൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു LLM റൺ ചെയ്തിട്ട് നമ്മുടെ NPU 1% പോലും എടുക്കുന്നില്ല. ഗ്രാഫിക്സ് മെമ്മറിയുടെ അവസ്ഥ GPUs 19% എടുത്തേക്കണേ വിൻഡോസിൻ്റെ തീമിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ വേറെ എന്താ പറയണേ AI റിലേറ്റഡ് ആയിട്ട് ഇതിനകത്തുനിന്ന് എടുക്കണില്ല. കാരണം എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GPU ഇതിലുള്ള ഇന്റൽ ആർക്കിൻ്റെ GPU സപ്പോർട്ട് ചെയ്യില്ല. രണ്ടാമത്തെ കേസ് CPU മാത്രമേ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ലോഡ് എടുക്കണമല്ലോ. അത് CPU എന്താണ് 100% പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മൾട്ടിപ്പിൾ കോഴ്സ് ഉണ്ടായതുള്ള ഒരു പ്രോസസ്സർ ആയതുകൊണ്ട് അത് എന്താ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 40% ഒരു 50% അകത്തുള്ള യൂസേജ് അത് എടുക്കുന്നുള്ളൂ. അത് അത്രയും പ്രോസസ്സർ അത്രയും ഒരു ഹൈ എൻഡ് ലാപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. എന്നിട്ട് പോലും അത് CPU-ലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലാഗ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോഡ് ജനറേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത് ആ ഒരു എന്താ പറയണേ, അത് പ്രോസസ്സറിൽ മാത്രം റൺ ചെയ്യുന്നുള്ളൊരു പ്രശ്നമാണ്. GPU ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഫ്ലാഷ് ആയിട്ട് കിട്ടിയാണ്. അതിപ്പോൾ ഞാനൊരു ചെറിയ മോഡൽ റൺ ചെയ്യിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യാം, അപ്പം മനസ്സിലാവും. ഈ മോഡല് ഏറ്റവും ചെറിയ മോഡലാണ്. 1 ബില്യൺസേ ഉള്ളൂ. 1 ബില്യൺസ് പാരാമീറ്റേഴ്സേ അതിനകത്തുള്ളൂ. അതിൻ്റെ ഫയൽ സൈസ് വന്നിട്ട് 815 MB ഉള്ളൂ. ഇതിനെക്കൊണ്ട് കോഡൊന്നും ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ചാറ്റ് മോഡൽ പോലെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം അതിലധികം പാരാമീറ്റേഴ്സ് ഇല്ല. പാരാമീറ്റേഴ്സ് കൂടുന്നതോറും കണ്ട അതിൻ്റെ ഫാസ്റ്റ് ഉണ്ടാവും. ആ ഒരു മോഡലിൻ്റെ സ്പീഡ് കണ്ടോ, നിങ്ങൾ നേരത്തെ കണ്ട മോഡലിൻ്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് ഫാസ്റ്റായിട്ട് റൺ ചെയ്യും. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒലാമ നമ്മുടെ ലോക്കൽ മെഷീനിൽ റൺ ചെയ്യുന്നത്, അതെങ്ങനെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, അത് കോൺഫിഗർ ചെയ്യാം, യൂസ് ചെയ്യാം.
മോഡലുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം, നമ്മുടെ ഹാർഡ്വെയർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ മോഡലുകൾ സെലക്ട് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അടുത്തതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അത് ത്രൂ നമുക്ക് എന്താ പറയുക, നമുക്ക് ഏജൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഓപ്പൺ ക്ലാ യൂസ് ചെയ്തിട്ട് സിസ്റ്റം ഫുൾ ഓട്ടോമേഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പൺ ക്ലായുടെ വീഡിയോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ റാം തന്നെ. കാരണം ഓപ്പൺ ക്ലായും ഇതും കൂടെ റൺ ചെയ്യുമ്പോഴത്തേക്ക് റാം കയറി അങ്ങ് ഫുള്ളാവും. കാരണം ഈ ഒരു സാധനം തന്നെ റൺ ആകുമ്പോൾ കണ്ട 61% റാം യൂസ് ചെയ്യുന്നുണ്ട്. 61%. നേരത്തെ 90 സംതിങ് നിന്നെയാണ്. അപ്പം മോഡലിൻ്റെ അളവ് GB സൈസ് കുറഞ്ഞപ്പം റാമിൻ്റെ യൂസേജും കുറഞ്ഞു. GB സൈസ് കൂടുമ്പം റാമിൻ്റെ യൂസേജും കൂടും. അതുപോലെ സിസ്റ്റത്തിൻ്റെ OSM വർക്ക് ചെയ്യണം. OSനും റാമും പ്രോസസ്സറും ഒക്കെ വേണം, ഗ്രാഫിക്സും ഒക്കെ വേണം. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ കൂടെ ഇനി ഒരു ആപ്ലിക്കേഷനും കൂടെ റൺ ആകുകയാണെന്ന് വെച്ചാൽ, ഓപ്പൺ ക്ലാ എന്ന് പറയുന്നത് വേറൊരു ഏജൻറ്റിക് ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതും ഇതും കൂടെ ഒരു സിസ്റ്റത്തിൽ റൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഇതിന് റാം ഇൻസഫിഷ്യൻ്റ് ആണ്. 16 GB എന്ന് പറയുന്ന റാം പോരാ. ഒരു 60 GB റാമെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു 30 GB എങ്കിലും നമുക്കൊരു മിനിമം റിക്വയർമെൻറ്റ് വേണം. എങ്കിൽ മാത്രമേ ഒരു 7B മോഡൽ അതിൽ മര്യാദയ്ക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഒരു പ്രോബ്ലം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത്, ഞാനൊന്ന് റിസർച്ച് ചെയ്തതിൻ്റെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പൺ ക്ലായ ഒരു റസ്ബെറി പൈയിൽ റൺ ചെയ്യിച്ചിട്ട് LLMനെ ഇതുപോലുള്ളൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പ്രോബ്ലം അതിനകത്തോട്ട് റൺ ചെയ്യിച്ചിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഓപ്പൺ ക്ലാ ലൈറ്റ് വെയിറ്റ് ആണ്. അതിന് എനിക്കൊരു റസ്ബെറി പൈയിൽ വേണമെങ്കിൽ അത് റൺ ആവുമെന്ന് തോന്നുന്നു. ഞാൻ ചെയ്ത് നോക്കിയില്ല, അതിന് എൻ്റെ ഒരു ഐഡിയ ആണ്. വിജയിക്കുവാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.